എന്നും ഒരേ തരം കറികളൊക്കെ കഴിച്ച് ചോറ് കഴിക്കുമ്പോഴേ നമ്മൾ പെട്ടെന്നങ്ങ് മടുക്കാറില്ലേ? ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി ചെയ്താലോ എന്ന്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. ഇതാണെങ്കിൽ വേവിക്കാനുള്ള ടൈം പോലും ഇതിന് വേണ്ട. 2 സവാളയും 2 തക്കാളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുത്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. നന്നായിട്ട് തിരുമ്മിയെടുക്കുക. അതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിരുമ്മണം കേട്ടോ. അപ്പോൾ സവാളയുടെ അടുക്കൊക്കെ ഇളകി എല്ലാം ഒന്നൊന്നായി മാറി വരുന്ന അതേപോലെ ആകുമ്പോൾ തക്കാളി അതും കനം കുറച്ചരിഞ്ഞെടുത്ത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് അതും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതും കൂടെ നന്നായിട്ട് ഇളകി ചേർന്നതിന് ശേഷം നമുക്കിതിലേക്ക് എരിവിന് വേണ്ടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തർക്കും എത്രയാണോ എരിവ് വേണ്ട ആ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് അതും കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചിലർക്ക് കൈകൊണ്ട് മുളക് പൊടിയിട്ട് ഇളക്കുമ്പോൾ കയ്യിൽ ചെറിയ നീറ്റൽ അനുഭവപ്പെടുമെങ്കിൽ കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് മുളകൊന്ന് ഞെവിടിയെടുത്താലും മതി. അല്ല സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ ഇത്രയും നന്നായിട്ട് മിക്സായി കിട്ടത്തില്ല. അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ ഇളക്കാൻ പറയുന്നത്. എന്നിട്ട് പെട്ടെന്നങ്ങ് കൈ കഴുകിയാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരല്പം 1 സ്പൂൺ മതി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. അതും കൂടെ അതിലേക്ക് ചൂടാക്കി ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ എണ്ണ ഒഴിക്കുക. അതും ഒഴിച്ചിട്ട് ഒരല്പം കായപ്പൊടി, അതും ഒരു 1/2 സ്പൂൺ മതി കേട്ടോ. കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്താൽ നമ്മുടെ കറി റെഡിയായി. പിന്നെ വേണമെങ്കിൽ ഒരല്പം മല്ലിയിലയോ കറിവേപ്പിലയോ, ഇതൊന്നും ഇല്ലെങ്കിലും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഞാൻ തയ്യാറാക്കിയിട്ട് 2 മിനിറ്റ് വെച്ചിരിക്കാൻ സമയമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. കറി കുറവുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം കേട്ടോ. അല്ല പെട്ടെന്ന് ആരെങ്കിലും വന്നെങ്കിൽ മറ്റെന്ത് കറി ഉണ്ടെങ്കിലും അതിനോടൊപ്പവും തയ്യാറാക്കി കൊടുത്താലും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാരണം അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലെപ്പോഴുള്ള 2 ഐറ്റം എടുത്തിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അതൊരു സ്പെഷ്യൽ കറി തന്നെയാണ്, അപാര ടേസ്റ്റും തന്നെയാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.